ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? നമുക്കിന്നൊരു ബീഫ് പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ചെറുതായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ളത് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് 1 സ്പൂണ്, ഒരു പച്ചമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, ഒരു 1/2 ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്കുള്ള കൂട്ട് റെഡിയാക്കാം. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം ഗീ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂണ്. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഒരു കപ്പ് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. വേപ്പിലയും ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും. ഞാനിവിടെ ഒരു 30 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ഗോൾഡൻ ഷെയ്ഡ് കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ബീഫിൽ നമ്മൾ ഉപ്പിട്ടതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്ത് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ക്രഷ് ചെയ്ത കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ക്രഷ് ചെയ്തതാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് റെഡി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.